യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി ഇന്റർ മിലാൻ മത്സരം ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു. മികച്ച മത്സരം തന്നെയായിരുന്നു ഇന്ന് എത്തിഹാദ് സ്റ്റേഡിയത്തിൽ കണ്ടത്. പെപ് ഗാർഡിയോളയുടെ സംഘം പന്തിൽ ആധിപത്യം പുലർത്തിയപ്പോൾ ഇന്റർ കളിയിൽ സെറ്റിലായി. മാത്യു ഡാർമിയനിലൂടെ ഇന്റർ മുന്നിലെത്തേണ്ടതായിരുന്നു. എഡേഴ്സണിൽ നിന്ന് ദാനം കിട്ടിയപ്പോൾ ഡാർമിയൻ ഷോട്ട് എടുത്തുവെങ്കിലും ഗാർഡിയോ ബ്ലോക്കിലൂടെ രക്ഷപ്പെടുത്തി. അരമണിക്കൂർ പിന്നിടുമ്പോഴേക്കും ഹാളണ്ടിനും ബെർണാഡോ സിൽവയ്ക്കും അവസരം ലഭിച്ചെങ്കിലും ഗോൾ കണ്ടെത്താനായില്ല. മറുവശത്ത് മാർക്കസ് തുറാമിനും രണ്ട് നല്ല അവസരങ്ങൾ ലഭിച്ചുവെങ്കിലും താരത്തിനും ലക്ഷ്യം കാണാൻ സാധിച്ചില്ല. രണ്ടാം പകുതിയിലും ഇന്ററിന്റെ പ്രതിരോധം സിറ്റിക്ക് തകർക്കാൻ പറ്റാതെ വന്നതോടെ മത്സരം സമനിലയിൽ അവസാനിച്ചു. ഇന്റർ മിലാൻ താരം നിക്കോളോ ബരല്ലയാണ് കളിയിലെ താരം. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 60% ബോൾ പൊസിഷൻ മാഞ്ചസ്റ്റർ സിറ്റിക്കായിരുന്നു. 22 ഷോട്ടുകളാണ് മാഞ്ചസ്റ്റർ സിറ്റി ആകെ തൊടുത്തത്. 5 ഷോട്ട് ഓൺ ടാർഗറ്റ്. 651 പാസുകൾ 91% കൃത്യതയോടെ മാഞ്ചസ്റ്റർ സിറ്റി പൂർത്തിയാക്കി. 13 ഷോട്ടുകളാണ് ഇന്റർ മിലാൻ തൊടുത്തത്. 4 ഷോട്ട് ഓൺ ടാർഗറ്റ്. 437 പാസുകൾ 85% കൃത്യതയോടെ ഇന്റർ മിലാൻ പൂർത്തിയാക്കി. ചാമ്പ്യൻസ് ലീഗിൽ സ്ലോവൻ ബ്രാറ്റിസ്ലാവയാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ അടുത്ത എതിരാളികൾ. റെഡ് സ്റ്റാർ ബെൽഗ്രേഡാണ് ഇന്ററിന്റെ അടുത്ത എതിരാളികൾ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.